സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ ചുറ്റുപാടുകളിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ജീവിതത്തിലൊക്കെ ആണെങ്കിലും അസ്വസ്ഥതകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയും ഇന്ന് സമാധാനമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നോക്കിയൻ, സുവിശേഷത്തിൽ ഇന്ന് ഈശോ 12 അപ്പസ്തോലന്മാരെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് വിടുകയാണ്. എല്ലാ വരങ്ങളും നൽകുന്നുണ്ട്. രോഗശാന്തിക്കുള്ള വരം, അങ്ങനെ പ്രത്യേകമായിട്ട് ഈശോ അവരെ തെരഞ്ഞെടുത്ത് വിടുമ്പോൾ ഈശോ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് കടന്നു ചെല്ലുന്നിടത്തൊക്കെ ഈശോയുടെ സമാധാനം നൽകാനാണ് ഈശോ അവരോട് പറയുന്നത്. അവരിൽ ആ സമാധാനം ഉണ്ടെങ്കിൽ അത് അവരിൽ നിലനിൽക്കും, ഇല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നോക്കി, സമാധാനം നൽകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു സമാധാനം നൽകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂടിയിരിക്കും. സ്നേഹമുള്ളവരെ, എവിടെയൊക്കെ നമ്മൾ അസ്വസ്ഥത ഉളവാക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ഉള്ളിലെ ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ അപ്പസ്തോലന്മാർക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സമാധാനം സ്ഥാപിക്കാനുള്ള വരമാണ്. സമാധാനം നൽകാനായിട്ട് സാധിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവിക മനുഷ്യരാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയും. സ്നേഹമുള്ളവരെ, അപ്പം അതുകൊണ്ട് ഈ സമാധാനം നൽകുന്നവരാകാം. പലപ്പോഴും നമ്മുടെ അസ്വസ്ഥതകളിൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ സമാധാനമാണ്. ചിലരൊക്കെ പറയാറില്ലേ, ഉറങ്ങിയിട്ട് കുറേ നാളായി, സമാധാനം ഇല്ല, പ്രാർത്ഥിക്കണം. ഈ സമാധാനം നമ്മളിൽ നിലനിൽക്കുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഈശോയുടെ സമാധാനം നമുക്ക് ലഭിക്കുന്നത് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാൻ. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരാണെങ്കിൽ ഈശോയുടെ സമാധാനം നമ്മിലേക്ക് കടന്നു വരും. ഈശോയുടെ സമാധാനം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.